ഈ മുതലിനെ കിട്ടിയിട്ടുണ്ട്. ഐ മീൻ ഇവർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഐഷുവിൻ്റെ അടുത്ത് എത്തിയതാണ്. ഐഷുവിൻ്റെ വളകാപ്പിനാണ് കേട്ടോ ഞാൻ വന്നത് ഒരു 3-4 ദിവസം മുന്നേ. ഈ വ്ളോഗ് ഞാൻ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ വളകാപ്പിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ പറയുക. ആൺകുട്ടി ആകുമ്പോഴത്തേക്കും വയറ് ഒതുങ്ങിയിട്ടുണ്ടാവാന്ന് അറിയില്ലേ? ഇല്ല, നിനക്ക് അത്ര വയറ് തോന്നുന്നില്ല. ആരോ പറയാനുണ്ട് എന്നോട് നിനക്ക് അത്ര വയറ് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ ഐഷുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്കിളിനെ ആൻറ്റീനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ദേ ഐഷു എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഇത് എപ്പോഴും ഉള്ളൊരു പതിവാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ ഓവർ ദ ഇയർ കളക്ട് ചെയ്ത് ഞങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് പോയി വന്നതാണെങ്കിലും അങ്ങനെ ഓരോ സോവനിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് വർഷത്തിൽ 1 2 പ്രാവശ്യമോ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതൊരു പതിവാണ് കേട്ടോ. അവൾ ഇപ്രാവശ്യം എനിക്ക് വേണ്ടി കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നനങ്ങൂ ഇല്ല. രാത്രി 12:45 ശേഷം ആക്റ്റീവ് ആകും. 6 മണി വരെ ആക്റ്റീവ്. കൃത്യം അലാം വെച്ചിട്ട് ആശാ റെഡിക്കും. പ്രാക്ടീസ് ചെയ്യാൻ പോകും. രാത്രി ഫുള്ള് ലീറ്റിരിക്കണം, രാവിലെ കിടന്നുറങ്ങണം. രാത്രി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ല നിന്റെ യൂറോപ്പ് ടൈം ആയിട്ട് മാച്ചാവില്ലേ? ഇല്ലേ? ഇല്ല, അവിടെ ഒരു രാത്രി 10-10:45 ആക്റ്റീവ് ആകും. കുറച്ചു നേരം വയറിനോട് സംസാരിച്ചൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത്തവണ കൂടെ കൂട്ടി ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഐഷുവിൻ്റെ വീട്ടിലേക്ക് വരണേ. ഒരിക്കലും ബൈജൂസിൽ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നപ്പോൾ, പിന്നെ ഐഷുവിൻ്റെ കല്യാണത്തിന്, പിന്നെ അവളുടെ വളകാപ്പിന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പരിചയക്കുറവില്ല കേട്ടോ. എനിക്ക് അങ്കിളിനെയും ആൻറ്റിനെയും ഭയങ്കര നന്നായിട്ട് അറിയാം, തിരിച്ചവർക്കും. അപ്പൊ അങ്ങോട്ട് കൂട്ടി. ഹലോ, എന്താ അനങ്ങാണ്ട് കിടന്നേക്കാ ശല്യങ്ങൾ പോയിക്കോളൂന്ന്. അതാണ് ആശ. അതേപോലെ കിടക്കുള്ളൂ. എനിക്ക് എടാ അഞ്ചു പോടാ. അധികം റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് നമ്മൾ ഓർത്ത് പുറത്തേക്ക് ഇറങ്ങാന്ന്. ഇന്ന് കുറേ ഷോപ്പിംഗ് ഉണ്ട്. പക്ഷെ ബേലി സമ്മതിക്കും തോന്നണില്ല. ഒന്ന് അയൺ ചെയ്യാൻ കൊടുത്തതേ ഓർമ്മയുള്ളൂ. ഇതേ കിടക്കണു എൻ്റെ കുർത്ത. ഇവിടെ എപ്പോഴും ഉള്ള സ്വഭാവമാണ് കേട്ടോ എൻ്റെ കുർത്ത അടിച്ച് മാറിന്. പാകായിന്ന് വെച്ചാൽ എല്ലാ തകരം ഇടുവോ? കൊള്ളാമല്ലോ. അപ്പൊ ഞാൻ തരും വേണ്ടിയിരുന്നില്ല. പക്ഷെ രസമുണ്ട്. അപ്പൊ അത് പോയില്ലേ? എന്നാ എടുക്കോ? അത് നമുക്ക് ഏതാ വേണ്ടത് എടുത്തോ. പക്ഷെ ഇതില് വയറ് കാണുന്നുണ്ട്. കാര്യമായിട്ട് നോക്കാൻ പോവാണോള്. ഇത് പണ്ടേ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴും ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും ഒക്കെ അപ്പുറത്തെ ആളുടെ വാർഡ്രോബിലാണ് ഞങ്ങളുടെ കണ്ണ്. അവൾക്ക് എൻ്റെ കുർത്തിയായിരിക്കും ഇഷ്ടപ്പെടുക, അതിലിട്ടായിരിക്കും ഓഫീസിൽ പോവുക. ഞാൻ തിരിച്ചും. ഇത് രസമുണ്ടല്ലോ. രസമില്ല, എൻ്റെ ടീഷർട്ടായി ഞാൻ പറഞ്ഞ രസമുണ്ടെന്ന്. അപ്പോൾ ബമ്പ് അത്ര അറിയില്ലേ? ബമ്പ് തീരെ അറിയില്ലേ എങ്ങനെ ഇട്ടാല്? അല്ലേ? എനിക്ക് എന്താ മാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ പെട്ടി റെഡി ചെയ്ത് തുടങ്ങിയതാ. പോയി. ഞാൻ ഇവിടെ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്ന് കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ. ഐഷുവിൻ്റെ വളകാപ്പിനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇന്നാണ് അവൾ ആലോചിക്കുന്നത് അവൾക്ക് മാലയും വളയൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ നിങ്ങളോടൊന്ന് സമാധാനത്തിന് മിണ്ടാൻ പറ്റിയില്ലേ വന്നിട്ട്. ഞാൻ രാവിലെ വന്നു, ഒരു 6:30 ആയപ്പോഴത്തേക്കും എത്തി. കൃത്യസമയത്തായിട്ടോ ട്രെയിൻ എത്തിയത്. അപ്പോൾ കറക്റ്റ് ട്രെയിൻ വന്നു. ആ സമയത്താണ് ഐഷു സ്റ്റേഷനിലുണ്ടായിരുന്നു. ഞാൻ ചാടി ഇറങ്ങി. ഞാൻ ഇരിക്കുകയായിരുന്നു ട്രെയിനിൽ. ഞാൻ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കുറ്റിപ്പുറം. അവിടെ 1 മിനിറ്റേ നിർത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ചാടി ഇറങ്ങി. എന്നിട്ട് ഞാനിവളെ കണ്ടു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഉറങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല. നേരെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ ഡ്രസ്സിങ് കഴിഞ്ഞു. ഐഷു ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇട്ട് നോക്കൂ. അത് കളറ് വൈസ് രണ്ടും നല്ലതാ. അപ്പോൾ നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അതിനിടയ്ക്ക് ഒരു ABC ജ്യൂസും കൂടി കുത്തിക്കേറ്റാറുണ്ട്. ഐഷുവിനെ കൊണ്ട് കൊടുത്തതാണ് ആൻറ്റി. സൈഡിൽ കൂടെ ഞാനും കുടിക്കണം. ഞാൻ പറഞ്ഞു ഈ പീച്ചാണ്. അല്ല ഇത് പീച്ചല്ലേ? അല്ലേ, അതൊരു സാമൺ പിങ്ക്, ആ കളറ്. അങ്ങനെ കളറുണ്ട്. അപ്പൊ അതാ ഇഷ്ടപ്പെട്ടത് പറഞ്ഞപ്പോൾ അവള് പറയുകയാണ്. പറയൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് അത്ര പോരാ. ആൾക്കാരിനെ തല്ലിക്കൊല്ലെന്ന് തോന്നുന്നുണ്ട്.
എന്നിട്ട് ഒരു നാണവും ഇല്ലാണ്ട് എന്റെ ഉടുപ്പെടുത്തിടണം, അത് വേറെ കാര്യം. ഇഷ്ടമില്ല. ഇത്രയൊക്കെ എന്നെ പറഞ്ഞിട്ട് ഓൾറെഡി ടീഷർട്ട് നോക്കി ഫൈനലി കുട്ടി ഇതിൽ ഉറപ്പിച്ചിരിക്കണം. അപ്പൊ വിഷ്ണു പറഞ്ഞ മാത്രം കേൾക്കാണ്ടിരുന്നാൽ മതി, ഞാൻ പറഞ്ഞ കേൾക്കാം. ആവാം, അത് പറ. ഞങ്ങൾ തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ എവിടുന്നാന്ന് അറിയില്ല ഒരു വള്ളുവനാടൻ ഭാഷ വരും. പിന്നെ ഞങ്ങളുടേതായ തമാശകളും വർത്താനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇന്നൊരു ലോങ് ഡേ ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ നോക്കാനും മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ABC ജ്യൂസും കൂടി കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഇന്ന് ഐഷുവിൻ്റെ അനിയൻ രോഹിത്തും കൂടി അക്കമ്പനി ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിങ്ങിന്. പിന്നെ ഐഷുവിൻ്റെ കസനും കൂടി നമ്മളുടെ കൂടെ വരുന്നുണ്ട്. കറക്റ്റ് സമയത്താണ് നീ അത് പറഞ്ഞത്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്ത് ഗേറ്റ് അടച്ചോണ്ടോ? ഗേറ്റ് അടച്ചോണ്ടോ? പോകുന്ന വഴി ഐഷുവിന്റെ മേമയുടെ വീട്ടിൽ നിന്ന് അനുവിനെ പിക്ക് ചെയ്യാൻ വന്നതാണ് അവളുടെ കസിനെ. അപ്പൊ നമ്മൾ ഇറങ്ങുക ഇവിടുന്ന്. വിഷ്ണു, ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നല്ലതല്ലേ അത്? എന്ത് ഐഷു പറഞ്ഞിരുന്നു വിഷ്ണു ഒരു ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന്. അപ്പം അതിനിടയിൽ വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 പേർക്കും ബിരിയാണിയാണ്, ഐഷുവിന് മാത്രം ഇല്ല. നീ പറഞ്ഞത് ബിരിയാണി വേണ്ട, ഇന്നേത് കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു ഗർഭിണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വളരെ കടവ് ഷാപ്പ് കയറിയാണോ? ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയ പരിപാടികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷെ ലഞ്ചിന്റെ കാര്യം അത് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ചന്ദ്രേട്ടന്റെ ചായക്കട, അതാണ് ഇപ്പൊ നമ്മള് ഫൈനലി ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒരെണ്ണം അമ്മാമെസ് ഉണ്ട്, ചന്ദ്രേട്ടന്റെ ചായക്കട ഉണ്ട്. പക്ഷെ ഐഷു പറയണ ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ പോകണം. ലഞ്ചിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാൻ പറ്റിയില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് തീർക്കാം. ഞങ്ങൾ യൂഷ്വലി ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം സംസാരിക്കാറുണ്ട്. പ്രഗ്നന്റ് ആയതിനു ശേഷം ആ ഒരു ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് അവളുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് അറിയാനും കാര്യങ്ങളൊക്കെ. അവള് ഹാപ്പിലി എനിക്കൊരു പ്രഗ്നൻസി ക്ലാസ് തന്നെ എടുത്തു തരും. നമ്മളുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാന്യവരാണ് കേട്ടോ. വളകാപ്പനിടാനുള്ള രോഹിത്തിന്റെ കുർത്ത എടുക്കാൻ. ഞാൻ യൂഷ്വലി ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ആളാണ് കേട്ടോ. അതുകൊണ്ട് ഈ പുറത്ത് ഷോപ്പിങ്ങിന് പോവാന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഏലിയനാണ്. വൈഷു അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാറുള്ളത് ഞാൻ കാണാറില്ല, ഫുൾ ഓൺലൈനാണ്. അതുകൊണ്ട് തന്നെ ആൺപിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരു സംഭവം എനിക്ക് അത്ര വശമില്ല. നമ്മൾക്ക് നോക്കാം ഇന്ന് ഇവൻ എത്ര നേരം എടുക്കും ഒരു കുർത്ത സെലക്ട് ചെയ്യാൻ എന്നുള്ളത്. നിന്റെ തെറ്റായോ? ഓ ആഹാ, ഭയങ്കര ഇൻട്രിക്കറ്റ് ഉണ്ടോ? ഫുൾ എംബ്രോയിഡറി ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു കുർത്ത. ഐഷ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എത്ര ഭീകരിയാന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് ഒട്ടും മോശമല്ല അനിയനെന്ന് മനസ്സിലായി. ഒരു 6-7 കുർത്തി ട്രൈ ഓൺ ചെയ്തതിന് ശേഷം ആങ്ങളെയും പെങ്ങളും കൂടി പിന്നെ ഇരുന്ന് സെലക്ട് ചെയ്യുകയാണ്. വിഷ്ണു ഒരു വൈറ്റ് കുർത്തിയാണ് ഇടുന്നത്. അതുകൊണ്ട് രോഹിത് ഒരു ഓഫ് വൈറ്റ് കുർത്ത വേണോ, പിങ്കോ യെല്ലോ കുർത്ത വേണോ എന്നൊക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് കേട്ടോ ഷോപ്പ് ചെയ്യണേ. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട്. ബിക്കോസ് സമയം ഉച്ചയായി, അപ്പൊ ലഞ്ച് കഴിക്കണം. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയായി. ഇനി ഫുഡ് കഴിക്കാൻ പോവാം. നല്ല വിശക്കണം. അങ്ങനെ ഡിസ്കസ് ചെയ്ത പോലെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ഗോകുലം മോളുള്ള ദ ഷോപ്പിലാണ് പോയത് കേട്ടോ. ഇവിടെ എനിക്കും ഐഷുവിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഞങ്ങൾ മുന്നേ ഒരിക്കല് ഇതേ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരു വലിയ ചെമ്പല്ലി ഓർഡർ ചെയ്തത് കഴിക്കാൻ പറ്റാണ്ട് കുടുങ്ങിപ്പോയ ഒരു കഥയുണ്ട്. ഇപ്രാവശ്യം എല്ലാവരും അവരവരുടേതായ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഒരു വിശാലമായിട്ടുള്ള ഭയങ്കര ഒരു കൊതി പച്ചമാങ്ങ കഴിക്കാൻ. അങ്ങനെ ഇത് പച്ചമാങ്ങയും അങ്ങനെ നല്ലൊരു ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് SM സ്ട്രീറ്റിലേക്കാണ് ബാക്കി ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. കുറച്ച് കടകളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഈ മാലയും വളയൊക്കെ നോക്കിയിട്ടോ. പക്ഷെ ഐഷുവിന് മനസ്സിൽ വിചാരിച്ച പോലെ ഒരു സംഭവം അങ്ങോട്ട് കിട്ടണുണ്ടായില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആവുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ചൊരു രൂപം. അത് കിട്ടുന്ന വരെ ഞങ്ങൾ ഇങ്ങനെ തേടി അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഒരു ഫാൻസി സ്റ്റോറിൽ കയറിയപ്പോഴത്തേക്കും എല്ലാം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടി.
ഒരു മാട്ടയും കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാം ഈ പ്രഹസനം അല്ലേ? ഐഷുവിന്റെ സാരി ഇപ്പോഴത്തേക്ക് എല്ലാവരും കണ്ട പോലെ ഒരു ലൈറ്റ് പിങ്കിലേക്ക് വരുന്ന ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതിന്റെ കൂടെ ഈ ഗ്രീൻ, ഈ എമറാൾഡ് ഗ്രീൻ നല്ല ഭംഗിയായിട്ട് നിൽക്കും, നല്ല കോൺട്രാസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ മുഖം കാണിക്കണം. രോഹിത്തിനൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ കയറിയിട്ട് ജസ്റ്റ് മുഖം കാണിച്ച് ഹൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ. വിഷ്ണുവിന്റെ അമ്മയും അച്ഛനാണെങ്കിലും എനിക്ക് നല്ലോണം അറിയാം കേട്ടോ, എന്നെയും നല്ലോണം അറിയാം. കാരണം മുമ്പ് ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ഗോവയ്ക്ക് പോകുന്നൊക്കെ സമയത്ത്. വിഷ്ണുവും അങ്കിളും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്കിൾ എന്തോ ആവശ്യമായിട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു. വിഷ്ണു ആ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് രാവിലെ തൊട്ട് പുറത്താണ്. അപ്പോൾ അവരെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിനിടയിൽ രോഹിത്തിന്റെ കല്യാണ പരിപാടിക്കായിട്ട് തിരൂർ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മളൊരു നെയ്റോസ്റ്റും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ പേടി, ഒരു പേടിയാണോ? ചേസ് ചെയ്യണം. ഇതാരാ? അകത്ത് എവിടെയോ കടന്ന് കറങ്ങായിരുന്നു ആശാൻ. ഒരു പൂവാ കേട്ട് ഓട്ടി ഇങ്ങോട്ട് വന്നു. ഗേറ്റിനടുത്ത് ആള് റെഡി. ഈ റോട്ടിന്റെ നടുക്കൂടി അവള് നടക്കല്ലോ. അവള് തീരുമാനിക്കുക ഏത് വഴി പോണെന്ന്. ആ വഴി നീ പോയാ മതി. അവള് നിന്നെ നടത്തിക്കണേ തോന്നണ്ടേ ഷോ. പിറ്റേന്ന് രാവിലെ നമ്മൾ ഓർത്തു ഒന്ന് ഐഷുവിന്റെ തറവാട്ടിൽ പോയിട്ട് വെല്ലിച്ചനെ അമ്മമ്മേനെ ഒന്ന് കാണാന്ന്. കൂട്ടത്തില് ബെയിലിക്ക് ഒരു നടത്തുമാവൂലോ. ബുദ്ധിമുട്ടാണ് നടക്കാൻ. കേറ്റൊക്കെ കേറി എന്താ സ്പീഡ് കൂടിയത്. നമുക്ക് പോവാന്ന് പറഞ്ഞാൽ മലന്നോടെ കിടന്നവര് ഇനി എടുത്തുണ്ടോ ബെയിലി? എനിക്ക് പറ്റില്ല എടുക്കാൻ. നമ്മൾ ആവശ്യത്തിലല്ല നമുക്ക് ഡെയിലി അവിടെ നമുക്ക് എന്തൊക്കെ പറയാ എല്ലാം ഉണ്ടോന്നോ. പൂച്ച 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 അങ്ങോട്ട് പോകട്ടോ. പൂച്ച നമ്മൾ ഒരടി മുന്നിൽ കേൾക്കില്ല. പിന്നെ എന്നെ വെച്ച് അക്കല്ല എന്നിട്ടോ അങ്ങോട്ട് വലിച്ചവിടെ കൊണ്ടുപോയി. ഇല്ല ഇത്രല്ലോ. ഞാൻ എന്റെ സ്റ്റാൻഡിൽ സ്റ്റേൺ ആണ്. എന്നെ കൊണ്ട് ആരെങ്കിലും നടക്കാൻ പോകുനി? ആരും കൊണ്ടുപോകണല്ലോ നടക്കാൻ. അത് ഈ സ്വഭാവമായിട്ടാണേ. അതൊക്കെ എല്ലാം മനസ്സിലായി. ഉപദേശം കൊള്ളാം വർമ്മ സാറേ. ലോക്കിട്ട് നിൽക്കാണ്. കേക്കൂ, ഇഷ്ടപ്പെടാതെ വർത്താനം പറയാൻ തിരിഞ്ഞു വെക്കുന്നു. അങ്ങനെ തറവാട്ടിലൊക്കെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തു. ബിക്കോസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് പോകാനുണ്ട്. കുറച്ചുകൂടി ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാൻ. നാളെയാണല്ലോ മെഹന്തി ഇടാൻ വരുന്ന ദിവസം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ ഒന്ന് ത്രെഡ് ചെയ്യണം. അപ്പോഴത്തേക്കും ഒരു ഉച്ചര ആയപ്പോൾ വിഷ്ണു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് വൈകിട്ടായപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഐഷുവും ഞാനും ഐഷുവിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ പോണേ. വിഷ്ണു ഓൾറെഡി എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ഇറങ്ങി വരണേ. ആശാൻ പുറത്തുണ്ടാവും. ഓടി വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൻറ്റി എന്നോട് ചോദിക്കുമായിരുന്നു ബാംഗ്ലൂർ ഉണ്ടോ ഇത്ര ട്രാഫിക് എന്ന്. നമ്മൾ ത്രെഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കാട് പോലെയുണ്ട്. ത്രെഡ് ചെയ്യാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ത്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് തത്രപ്പാടിൽ അങ്ങോട്ട് എത്തിയില്ല. ത്രെഡ് ഞാൻ കഴിഞ്ഞു. കാണിക്കാൻ അങ്ങോട്ട് തിരികാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഐഷുവിന് മെഹന്തിക്ക് ഇടാനുള്ള ഒരു ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. അപ്പം അതും എടുത്തു. ഇനി അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് കൂടി വേണമായിരുന്നു. അവൾ ആദ്യം കണ്ട ചെരുപ്പ് തന്നെ എടുത്തിട്ട് ഓടാൻ നോക്കി. പക്ഷെ ഞാൻ വിട്ടില്ല. മര്യാദയ്ക്ക് സെലക്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതും കിട്ടി. ഇനി വളകാപ്പിന് വെക്കാനുള്ള മധുര പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ടാസ്ക്. അപ്പോഴത്തേക്കും വിഷ്ണു എത്തി. ആ ചോദ്യം നമുക്ക് തീരെ കേട്ടില്ല എന്ന് വെക്കാം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഡിന്നറൊക്കെ കഴിച്ച് ഞാനും ഐഷു ഓർത്തൊരു ഫേസ് പാക്ക് ഇടാന്ന്. ഇതില്ല, അതുകൊണ്ടല്ല നമ്മൾ നാച്ചുറൽ എടുക്കണമല്ലോ. ഇല്ല, പ്രഗ്നന്റ് ആവുമ്പോ
ഇത് ചെയ്യണമെന്ന് കുഴപ്പം, കാരണം ഇതൊക്കെ നാച്ചുറൽ എല്ലാം. മിൽട്ടാണി വെട്ടി, പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, റോസ് വാട്ടർ, പിന്നെ അത്ര തന്നെ അതൊക്കെ കൂടി അതും പിന്നെ തൈരിൽ കുഴച്ചിട്ട് കുറച്ച് മുഖത്ത് തേച്ച് കുഴച്ചിട്ടല്ലേ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മോന്തയ്ക്ക് തേക്കുക. ഇത്തിരി തൊട്ടിക്കട്ടെ അങ്ങടെ തൊട്ടിക്കട്ടെ അങ്ങടെ എന്തേ നോക്കട്ടെ. ഒരു കുട്ടി ഒരു പുഴയൊക്കെ എന്നിട്ട് കുളിക്കാനാ നീ ഉണ്ടാക്കിയത്? അത് വേഗം കഴിക്കോളൂ കേട്ടോ. അങ്ങനെ രണ്ടാമത് നമ്മൾ ആ മാസ്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്തു കേട്ടോ. കുറച്ച് നേരം വെച്ച് കുളിച്ച് പോയി കിടന്ന് ഉറങ്ങി നല്ല സുഖമായിട്ട്. നാളെയാണ് കേട്ടോ മെഹന്തി ആൻഡ് വൈഷവും വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒതുക്കി പറയാണേ. ഇവളുണ്ടല്ലോ കുരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണല്ലോ. അപ്പൊ എന്റെ ഓരോ കുറ്റവും കുറവൊക്കെ വേഗം പോയി വൈഷു എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അറിയാണ്ടേ. വൈഷ രാവിലെ വിഷ്ണു പോയി പിക്ക് ചെയ്തതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഞാൻ ഇറങ്ങിയ പോലെ കുറ്റിപ്പുറത്ത് നിന്നാണ് ഇറങ്ങിയത്. അവർ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ട് ഇവർക്ക് നിൽക്കാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇയാൾ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ കുറ്റം പറഞ്ഞു? നിങ്ങൾ തിരൂര് പോവാണ് ആരെയോ കാണാൻ. എനിക്കറിയില്ല ആരാണ്. പുള്ളിക്ക് തിരൂരിലേക്ക് ഒരു ചാട്ടം ഉണ്ടായിരുന്നു. വൈഷു ബാംഗ്ലൂരിൽ നിന്ന് ഗർഭിണിക്കുള്ള കുറച്ച് സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിട്ടാണ് കേട്ടോ വരവ്. കൃത്യമായിട്ട് നോക്കട്ടെ. അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ തന്നോളൂ സ്പെഷ്യൽ ഇട്ട് നോക്കട്ടെ. ആ വാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് രസമുണ്ട് കേട്ടോ. അത് രസമുണ്ട്. എനിക്ക് ചിലപ്പോ പറയുമായിരിക്കും. ഞാൻ വാവല്ലേ പറയാം. ഞാൻ മൈസൂപ്പാക്കന്റെ വയലെത്തിണ്ടാവും. എവിടെ പറയൂ അത്. അപ്പൊ വിഷ്ണുയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണത്? കൊടുക്കുവോ ഐശോ? ഞാൻ എനിക്ക് രാവിലെ ഒരു പണി തന്നിക്കു കേട്ടോ. എന്തോ കുറ്റാണ് എന്നെ കുറിച്ച് പറഞ്ഞോളൂ. ഇല്ലേ നന്നായിണ്ട്. രസമുണ്ടത്. എനിക്ക് 2 ഉണ്ട തലയില്. എടോ അങ്ങനെ ടൊരക്കരുത്. ഇങ്ങനെ ടൊരക്കിയ എന്താണിത്? അത്ര സുഖം വേണ്ട. ഇങ്ങനെ ടൊരക്കാൻ പാടില്ല. ഹലോ ഗൈസ്. അയ്യോ പാവം ഞെട്ടി എണീറ്റ് ഓടി. പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ഞാനിവിടെ വന്നിട്ട് പ്രോപ്പറായിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈഷു എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ ഞാൻ അടുത്തു. അപ്പോൾ ഇന്ന് വൈഷു എത്തി രാവിലെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളകാപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള മെഹന്തി ഇടാൻ പോവുകയാണ്. അതിനുള്ള മെഹന്തി ആർട്ടിസ്റ്റ് ഇപ്പോൾ വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് പണി. രാവിലെ 10 മണിക്ക് അവർ വരുന്നതാണ് പറഞ്ഞത്. 10 മണിയാവണം അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇന്നത്തെ പരിപാടി പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഡാൻസിനുള്ള പാട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു ഇന്നലെ. അപ്പോൾ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. സ്റ്റെപ്പൊക്കെ കോറിയോ ചെയ്യണം. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. വിഷ്ണുവിനെ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. വൈഷ്ണു നിങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് കേട്ടോ. സെൻറ്റർ സ്റ്റേജിലാണ്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. വൈഷ്ണു ഡാൻസ് പഠിക്കണ്ടേ? അവർ വന്നോ അവർ ഇല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പോയി ഡ്രസ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിങ് കഴിഞ്ഞു. ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നോ? ഇന്നലെ കുട്ടി പോയി കാര്യമായിട്ട് എടുത്തിട്ട് വന്നതാണ്. അത് ഇട്ടിട്ട് ഇവളുടെ കണ്ണ് വന്നപ്പോൾ തൊട്ട് എൻ്റെ പെട്ടിയിൽ എന്തൊക്കെയാണ് നോക്കി നടക്കുക. സാർ എൻ്റെ കുർത്തി ഞാൻ ലൊക്കേഷൻ ഇടാൻ വെച്ച കുർത്തി എടുത്ത് ചാർത്തി കുട്ടിക്ക് സന്തോഷമായി. അതെനിക്ക് തന്നു നൈസായിട്ട്. ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് പുറത്ത് കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ലുക്ക്. ഇപ്പം എനിക്കിൻ്റെ ലുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് പുറത്ത് കിടക്കും. കാരണം വേറൊരു കുർത്തി ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കുട്ടി കണ്ടില്ല. അതെനിക്ക് തരില്ല. എനിക്കിതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് മെഹന്തി ഇടൽ തുടങ്ങാം. നാളെ തരില്ല. ഒളിപ്പിച്ച് വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. വന്നപ്പോൾ തൊട്ട് ഓളിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുക. വേറെ എന്തൊക്കെയുണ്ട്. എനിക്കിപ്പോൾ തിരിച്ചു പോകുമ്പോൾ കൂടാതെ തോന്നിയില്ല. അതിപ്പോൾ എൻ്റെ അവസ്ഥ. ശരി, അപ്പോൾ നമുക്ക് മെഹന്തി ഇട്ട് തുടങ്ങാം. ആദ്യം ഞാനിടും. പിന്നെ കുട്ടി ഇന്നത്തേക്കുള്ള ഡാൻസും പാട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. നാളത്തേക്ക് കളിക്കാനുള്ള ഡാൻസിൻ്റെ മ്യൂസിക്കൊക്കെ എഡിറ്റ് ചെയ്യണം. അതിൻ്റെ ഡാൻസ് കോറിയോഗ്രാഫി എവിടെ നിങ്ങൾ സ്റ്റെപ്പ് വരുന്ന അങ്ങ് ഇടും. അപ്പോൾ അതാ വിഷ്ണുവിനെയും
പഠിപ്പിക്കണം. അപ്പോൾ വിഷ്ണുവിന് ഡാൻസ് പഠിപ്പിക്കണം. കുറേ പണിയുണ്ടെന്ന്. അവർ എസ്കേപ്പ് ആയിട്ടുണ്ട്. ആമ്പിള്ളേർ എങ്ങോട്ടും എസ്കേപ്പ് ആയിട്ടോ. ഒരു തന്താജിയാണ്. എന്തായാലും അവരങ്ങോട്ടും എസ്കേപ്പ് ആയി. അവർക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ, നാളത്തേക്കുള്ള താലത്തിൽ വെക്കാനുള്ള ഫ്രൂട്ട്സ് മേടിക്കാൻ, സ്വീറ്റ്സ് മേടിക്കാൻ. എന്തേ പൊരിഞ്ഞ അടിയൊന്നുമല്ല, അങ്ങനെയല്ല. വിഷ്ണു വിചാരിച്ചു ഒരുപാട് സ്വീറ്റ്സ് മേടിച്ച് ഞാൻ ഇത്ര ആരും കഴിക്കില്ലല്ലോ, അങ്ങനെ വേസ്റ്റ് ആവണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് മേടിച്ചു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇത്ര പോരാന്ന് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്വീറ്റ്സ് മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ അവർ സ്വീറ്റ്സ് മേടിക്കാനും പിന്നെ നാളെ വയ്ക്കാനുള്ള ഫ്രൂട്ട്സ് മേടിക്കാനൊക്കെ പോയിരിക്കുകയാണ്. പോയിട്ട് വരട്ടെ. അവരതും പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവർ ആൾക്കാർ കൂടിയതുകൊണ്ട് പുറത്ത് കിടന്നാണ് അവർക്ക് ആൾക്കാരെ പറ്റില്ല. അവർ പറയുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങിയാലോ, അങ്ങനെ പ്ലാൻ ഉണ്ട്. ഏത് താടിമുടി വിട്ട് എനിക്ക് തോന്നുന്നു. ആ വൈശാഖ് സാറിന് വൈശാഖ് സാറിന് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. കുറച്ചപ്പുറം. എത്ര ദൂരം ഉണ്ടല്ലോ പോവാൻ? മാറ്റാണോ? ആ ദൂരം കൂടുതലാണ്. അപ്പോൾ അടുത്തേക്ക് എവിടെയെങ്കിലും ആക്കാമെന്ന്. അപ്പോൾ എന്തായാലും അവർ അവിടെ എങ്ങാനും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. എനിക്ക് ഒപ്പം ഇന്നൊരു പണി തീർക്കുന്നു തോന്നുന്നില്ല. വൈകിട്ട് അവിടെ വരെ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികൾ ഇവിടെ ചെയ്തു തുടങ്ങാം. ഓക്കെ. ഇന്ന് നമുക്ക് മെഹന്തി ഇടുന്നത് പർവീനാണ് കേട്ടോ. പർവീൻ മെഹന്തി എന്നാണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ വേണം മെഹന്തി എന്നുള്ളത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് എളുപ്പമായിരുന്നു. ഡാൻസ് ഡിസ്കഷനിലാണ് പറഞ്ഞ ഒരു ചവിട്ട് കിട്ടിയ സന്തോഷത്തിലാണ്. ഞാൻ ഇക്ലിടും. ഇക്ലി ഇട്ട് കഴിഞ്ഞാൽ ഇല്ലടാ എന്റെ കുർത്തിയാണ് ഈ ഇട്ടിക്കണെന്ന് ഓർക്കണം. വല്ലാണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂയി മേടിക്കാൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞേക്കാം. ആ പറഞ്ഞത് ഐശ്വന്റെ അടുത്താണ്. എന്തോ എന്നെ ചൊറിയാൻ വന്നപ്പോൾ പറഞ്ഞതാണ്. പുള്ളിക്കാരി ഇടുന്ന ഡിസൈൻ നോക്കി വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ടായിരുന്നു കേട്ടോ മെഹന്തി ഇടുന്നുണ്ടായത്. ഞാൻ അത്യാവശ്യം ഒരു സിമ്പിൾ ഡിസൈൻ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പർവീൻ അതുപോലെയാണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നത്. ഇത്തിരി താമരയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു തന്നു നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നേരത്തെ കണ്ട പോലെ ആദ്യം ഞാനാണ് കേട്ടോ മെഹന്തി ഇട്ട് തുടങ്ങിയത്. ഐശ്വന് ഇത്ര ക്ഷമയൊന്നും ഉണ്ടാവില്ല ഇരിക്കാൻ. അവൾക്ക് തീരെ പറ്റില്ല ഈ മെഹന്തി ഇട്ടിട്ട് കുറേ നേരം ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനാണ് ഇട്ട് തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഐശ്വവിൻ്റെ കസിൻസ് ആമിയും അപർണയും പിന്നെ ആൻറ്റിമാരായ ദീമേമയും പ്രീതമേമയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ വിഷ്ണുവും ഐശ്വവും കൂടിയിട്ട് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് അവരും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്കൊരു കല്യാണ തലേന്ന് വൈബ്സ് പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. റിലേറ്റീവ്സും കസിൻസും ഒക്കെ ആയിട്ട്. നിങ്ങൾ എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് പെരുമാറുന്നത്? നിങ്ങളുടെ ഡാൻസ് ഉണ്ട്, കപ്പിൾ ഡാൻസ് പഠിക്കണില്ലേ? നിങ്ങളുടെ കപ്പിളായിട്ടുള്ള ഡാൻസ് കളിക്കുക. പഠിച്ചോളൂ കുഞ്ഞോ, മറ്റേ പാട്ടത്തിരി ബുദ്ധിമുട്ടാണ്. ഹായ് അനു. എനിക്ക് തോന്നണല്ലേ അതെൻ്റെ ഇരിപ്പ് കണ്ടിട്ട്. എന്ത് അതിന് കളിക്കാണ്ടിരിക്കുന്ന സർപ്രൈസ് കളിക്കില്ല എന്നൂര്. വൈഷു ആ ഡാൻസെങ്കിലും എടുത്ത് വെക്കൂ നീ. ഉച്ചയ്ക്ക് ലഞ്ചിന് സ്പെഷ്യൽ നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവർ കഴിക്കണ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പാടുണ്ടായില്ല. പക്ഷെ എനിക്ക് കഴിക്കാൻ ഒരു നിർവാഹവും ഇല്ല. ബിക്കോസ് എൻ്റെ കയ്യിൽ ഫുൾ മൈലാഞ്ചി ഇട്ടിരിക്കുകയായിരുന്നു രണ്ട് കയ്യിലും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വൈഷുവിനും കൂടിയിട്ട് ആൻറ്റി വാരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ. ഇവിടുത്തെ പരിപാടികൾ എന്തായെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫുൾ ഡാൻസ് പ്രാക്ടീസും ഡാൻസ് പഠിത്തവും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നേറുകയാണ്. ആമിയും അപർണയും ഞാനും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ചെയ്യോ ഇത് നോക്കണേ. വൈഷു വിചാരിച്ചിരിക്കണല്ലോ വൈഷു ഡാൻസ് മാസ്റ്റർ വിക്രം സാർ എന്നാണ്. എന്താവോ ഇത്രയുള്ളൂ. ഞങ്ങളൊരു 3-4 ഡാൻസാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ മോസ്റ്റ്ലി ഞങ്ങൾ 4 പേരുമാണ്. ഞാൻ, അപർണ, ആമി ആൻഡ് ഐഷു ഉള്ളതാണ്. പിന്നെ ഒരു ഐഷുവിൻ്റെയും വിഷ്ണുവിൻ്റെയും കപ്പിൾ ഡാൻസ്, ഒരു എൻ്റെയും വൈഷുവിൻ്റെയും കപ്പിൾ ഡാൻസ് എനിക്ക് വൈഷുവിനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റിയാൽ. ഇതൊക്കെയാണ് കേട്ടോ പ്ലാൻ. ആൻഡ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്. പ്രാക്ടീസ് പോട്ടെ, കോറിയോഗ്രാഫി തന്നെ ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്താവും നോക്കാം. ചെയ്താൽ പറയാം ഇതൊക്കെ ചെയ്തു എന്ന്. അങ്ങനെ മെഹന്തി ഇടലിന് നമ്മളൊരു ബ്രേക്ക് എടുത്തു കേട്ടോ. ഇനി എൻ്റെ കയ്യിലെ പിറകിലൊക്കെ ഇടാനുണ്ട്, ഐഷുവിൻ്റെ കാലിലും ഇടാനുണ്ട്. പക്ഷെ നമ്മൾ ഓർത്തു ലഞ്ച് കഴിച്ചിട്ടാവാന്ന്. കാരണം പുള്ളിക്കാരിക്കും ഇത്തിരി ക്ഷീണമായിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മളിത് ലഞ്ച് കഴിക്കാതിരിക്കുകയാണ്. ഇനി ആൻറ്റി നമുക്ക് വാരിത്തരും.
അതിനിടയിൽ വൈഷവും വിഷ്ണുവും വീണ്ടും മുങ്ങാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് പോയിട്ട് പണിയുണ്ട്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കണം, പിന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കണം നാളെ വെക്കാനല്ലേ. സോ അതൊക്കെ മേടിക്കാൻ വേണ്ടി അവർ പോവാന്ന് പറഞ്ഞു. നമുക്കിവിടെ അങ്ങനെ കൂടുതൽ പരിപാടികളൊന്നുമില്ല. മെഹന്തി ഇട്ട് തീർക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസ് ബാക്കി പഠിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വാരിത്തരൽ പരിപാടി. കാരണം അമ്മ വാരിത്തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ അമ്മ എനിക്ക് വാരിത്തരുന്ന ഓർമ്മ വന്നു. കളിക്കുക ആയിഷു, അങ്ങോട്ട് തുള്ളി കളിക്കുക, അധികം തുള്ളണ്ട. ഇവളാണ് ഡാൻസ് മാസ്റ്റർ വിക്രം സർ. നീ ഞാനോ? അല്ലല്ല, ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കണം. ഇത് വിഷ്ണുവിന്റെ എൻട്രി ആണോ? വിഷ്ണുവിന്റെ എൻട്രി ഇവിടുന്നാണോ കളിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ എൻഡിങ് പ്രസവം. കൈ കാണിക്കൂ. നല്ല രസമുണ്ടടാ. നമ്മൾ ഡാൻസ് പെർഫോമൻസിനുള്ള പാട്ടുകൾ ഡിസൈഡ് ചെയ്ത് കട്ട് ചെയ്യാൻ കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് അവള്. അതിനിടയിൽ ബെയിലി നമ്മുടെ റൂമിൽ കയറി ഒന്ന് പെട്ടുപോയായിരുന്നു കേട്ടോ. ആള് മുട്ടുകയാണ് ഡോറിൽ, എന്നെ തുറന്നു വിടുവോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെഹന്തി പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും അപർണ വരും. അവളിവിടെയാണ് കിടക്കണേന്ന്. വൈഷവും വിഷ്ണുവും കൂടിയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോവും. അവരുടെ സ്റ്റേ ചെയ്യുന്ന അവിടെയാണ്. എടുത്തിട്ട് ഓടണത്. എല്ലാരും ക്യാമറ നിരീക്ഷണത്തിലാണ്. വൈഷവും വിഷ്ണുവും കൂടി എല്ലാവർക്കും കഴിക്കാനുള്ള കുറച്ച് പഴംപൊരിയും പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. തുറക്കുമെന്ന് നോക്കട്ടെ. ഇതാണ് ഒരു സ്പെഷ്യൽ സാധനമാണിത്. ഐഷുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഐറ്റം മേടിച്ചത്. പിന്നെ അവർക്ക് പഴംപൊരിയും കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ സ്പെഷ്യൽ ഐറ്റം ഒരു കുനാഫയാണ് കേട്ടോ, ഒരു ലെബനീസ് ഡെസേർട്ട്. കിടിലം ഐറ്റം ആയിരുന്നു. ആണ് കണ്ട് ഞാൻ കഴിക്കാണ്ടിരിക്കാം. ഇതെന്താണിത്? ഇഷ്ടായില്ലേ? തായത് കഴിച്ചു നോക്കിയില്ലല്ലോ. ഐഷോ, ഇന്ന് രാത്രി നീ ഗ്യാസ് ഒന്നും കൊണ്ടിരുന്നില്ല. ഗ്യാസ് ഞാൻ തിരിച്ച് ഇടൂട്ടോ. താങ്ക് യു കുഞ്ഞു. അടുത്തതായി ഇറങ്ങിയിരുന്ന ഐറ്റം ഇവരുടെ ഡാൻസ് പ്രാക്ടീസ്. രസമുണ്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. നാളെ ഇനി വളകാപ്പ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.